കാൽസ്യം കഴിക്കാൻ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഉപയോഗിക്കാൻ കഴിയില്ല, പിന്നെ കഴിച്ചിരുന്ന കഴിക്കുന്നത് അത് വേസ്റ്റായി പോവുള്ളൂ. അത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ വേറെ കിട്ടാറുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും മഗ്നീഷ്യം തന്നെയാണ്. മഗ്നീഷ്യം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നില്ല, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ മഗ്നീഷ്യം ഉള്ളത് ഇല്ലേ? എന്തുകൊണ്ടാണത് മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്? ഈ മഗ്നീഷ്യം ഭൂമിയിൽ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് വെള്ളത്തിലിരിക്കുന്ന സാധനമാണ് ഈ മഗ്നീഷ്യം. അതായത് മണ്ണിലില്ലെങ്കിൽ മരത്തിലില്ല, അങ്ങനെയാണ് എൻ്റെ പോളിസി. മണ്ണിലില്ലെങ്കിൽ മരത്തിലില്ല, മരത്തിലില്ലെങ്കിൽ മനുഷ്യനിലുമില്ല, അങ്ങനെയാണ് പോകുന്നത്. ഭൂമിയിലില്ലെങ്കിൽ ചെടികൾക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ പറയുന്നു ഇന്നതിനകത്തൊക്കെ മഗ്നീഷ്യം ഉണ്ട്, തേങ്ങയിൽ മഗ്നീഷ്യം ഉണ്ട്, പിന്നെ ഒരുപാട് മഗ്നീഷ്യമുള്ള സാധനങ്ങളുടെ പേര് പറയുന്നുണ്ടെങ്കിലും മണ്ണിലില്ലെങ്കിൽ അത് കിട്ടൂലല്ലോ. മണ്ണിൽ ഇപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാരൊക്കെ മഗ്നീഷ്യം ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഈ തെങ്ങിനും കവുങ്ങിനൊക്കെ മഞ്ഞളിപ്പ് രോഗം വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അപ്പം മഗ്നീഷ്യം ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും കാൽസ്യത്തിൻ്റെ മെറ്റാബോളിസത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് മഗ്നീഷ്യം. കാൽസ്യം യൂസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ആളുകൾക്ക് മുട്ടുവേദനയും നടുവേദനയും ഈ അസ്ഥി സംബന്ധമായ വേദനകൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ കാൽസ്യം ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാൽസ്യം കഴിക്കാൻ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഉപയോഗിക്കാൻ കഴിയില്ല, പിന്നെ കഴിച്ചിരുന്ന കഴിക്കുന്നത് അത് വേസ്റ്റായി പോവുള്ളൂ. അത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ വേറെ കിട്ടാറുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും മഗ്നീഷ്യം തന്നെയാണ്. മഗ്നീഷ്യം പിന്നെ വൈറ്റമിൻ K2, വൈറ്റമിൻ K2ൻ്റെ കുറവ് കൊണ്ടാണ് പിന്നെ ആഗിരണം ചെയ്യപ്പെടുന്ന C പോലും അല്ല D പിന്നെ വൈറ്റമിൻ അല്ല കാൽസ്യം പോലും മറ്റ് വേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതാണ്. വെല്ലിലേക്കും പല്ലിലെത്തിക്കണമെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻ മഗ്നീഷ്യം വേണം, അതുപോലെ തന്നെ വൈറ്റമിൻ K2 വേണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മെറ്റാബോളിസത്തിൽ ഏറ്റവും വേണ്ട സാധനമാണ് മഗ്നീഷ്യം. അപ്പം ഞങ്ങൾ പിന്നെ സാധാരണ ഇത് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഈ മഗ്നീഷ്യം ബോഡി സ്പ്രേ കിട്ടും. പഴയകാലത്ത് ചെയ്യുന്നത് മഗ്നീഷ്യം ബോഡി സ്പ്രേക്ക് പോലെ ഞങ്ങൾ ഈ എപ്സം സാൾട്ട്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ് വാങ്ങിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറയും, എന്നിട്ട് തോർത്തായിരിക്കാൻ പറയും. അപ്പം ബോഡി ആഗിരണം ചെയ്യും. ബോഡിക്ക് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്കിന്നിൽ വഴി പോലും ആഗിരണം ചെയ്യപ്പെടും. അപ്പം മഗ്നീഷ്യത്തിൻ്റെ കുറവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ അത് ബോഡി സ്പ്രേ കിട്ടാറുണ്ട്. മഗ്നീഷ്യം ബോഡി സ്പ്രേ വരട്ടിയിട്ട് മുട്ടുവേദനയോ കാലുവേദനയോ ഉള്ളവർ സ്ഥിരമായി പറ്റി ഞങ്ങൾക്ക് വേദന കുറയുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക് നല്ലൊരു ശതമാനം ബ്ലോക്കുകളും കാൽസ്യം ബ്ലോക്കാണ്. കാൽസ്യം കണ്ടമാനം കഴിച്ചാൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവും. ഇത് ഉപയോഗിക്കാൻ കഴിയാതെ അടിഞ്ഞു കൂടുന്നതാണത്. അപ്പോൾ അങ്ങനെ കാൽസ്യം ബ്ലോക്ക് ഉള്ളവർക്ക് പോലും ഞങ്ങൾ ചെസ്റ്റിന് പിന്നെ മഗ്നീഷ്യം സ്പ്രേ ചെയ്തിട്ട് മെല്ലെ തിരുത്താൻ മതി, കാരണം അത് ഉരുകി പോവും, അത് യൂസ് ചെയ്ത് പോകും. കാൽസ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാൽസ്യം കൂടുതൽ കഴിച്ചാൽ അത് ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ലാതെ വരുമ്പോൾ അത് പിന്നെ എവിടെയെങ്കിലും അടിഞ്ഞു കൂടും, ഞരമ്പുകളിൽ അടിഞ്ഞു കൂടും. ഇപ്പോൾ ഈ ഹാർട്ട് ബ്ലോക്കിൽ നല്ലൊരു ശതമാനം കാൽസ്യം ബ്ലോക്കാണെന്നാണ് പറയുന്നത്. കാൽസ്യം ബ്ലോക്കാണ്. D ഉണ്ടെങ്കിൽ ആഗിരണം ചെയ്യും, പക്ഷേ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഉപയോഗിക്കേണ്ട സ്ഥലത്തേക്ക് എത്തില്ലാതെ വരുമ്പോൾ ഞരമ്പുകളിൽ അടിഞ്ഞു കൂടും.